കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. இந்த അമ്മാവോടെ കൈരേഖയിലുണ്ടെല്ലാം. സംഭവിക്കാൻ പോകുന്നതെല്ലാം ശുഭം. ആനാ എന്റെ കണ്ണാ, അതുക്ക് മുമ്പ് ഒരു അപകടം ഉണ്ടല്ലോ അമ്മ. അയ്യോ, കാരാഗ്രഹവാസം. കൃഷ്ണൻ ജനിച്ചത് കാരാഗ്രഹത്തിലാണല്ലോ. കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും മരണം വരെ സംഭവിക്കാനുള്ള യോഗം ഇருக்கு. അല്ലെങ്കിൽ കാരാഗ്രഹവാസം. അതിന് എന്റെ ഉള്ളിൽ കുട്ടി ഉണ്ടെങ്കിലല്ലേ. ഇല്ലാത്ത കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് അപകടം വരാനാ? എന്തൊരു തമാശ. ഒന്ന് വിശദമായിട്ട് പറയുവോ? അമ്മാ, കൃഷ്ണൻ ജനിച്ചത് കംസനെ കൊല്ലാനാണല്ലോ. ഈ കുഞ്ഞു കാരണം ഒരു മരണവും സംഭവിക്കാം. ശ്രീകൃഷ്ണന്റെ അംഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന സാക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ പുനരവതാരം പോലൊരു കുഞ്ഞാണ് ഈ മകളുടെ വയറ്റിൽ. അടിപൊളി. സത്യം അങ്ങ് പറഞ്ഞാലോ, ഞാൻ ഛർദിക്കുന്നത് കണ്ടിട്ടായിരിക്കും ഇവിളി തട്ടിവിടുന്നത്. കഷ്ടം തന്നെ. ഈ കുഞ്ഞ് ജനിച്ചു കഴിയുന്നതോടെ എന്റെ വീടൊരു വൃന്ദാവനമായി മാറും. നിങ്ങളെല്ലാം കണ്ണന്റെ ഗോപികമാരായി മാറും. അഷ്ടമി രോഹിണി നാളിൽ ജനനം. ലോകം നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാകും. മൈ ലിറ്റിൽ കണ്ണാ, നീ തന്നെയാണോ ഇവിടെ വയറ്റിൽ ജനിക്കാൻ പോകുന്നത്? ഐ ആം വെരി വെരി ഹാപ്പി കണ്ണ, വെരി വെരി ഹാപ്പി. എന്റെ കൃഷ്ണ, എന്റെ കണ്ണ, എന്റെ വയറ് വെറും വയറാണേ. ഇതറിയുമ്പോ ഇവരൊക്കെ എങ്ങനെ പ്രതികരിക്കുമോ എന്തോ. മോളെ പോയി പൈസ എടുത്തോണ്ട് വാ. ചെല്ലേ, എടുത്തോണ്ട് വാ മോളെ. നല്ലത് വരട്ടമ്മ, എല്ലാവർക്കും നല്ലത് വരട്ടമ്മ. വരട്ടമ്മ, ശരി. മോളെ ഉണ്ണിക്കണ്ണൻ, വാ പതുക്കെ വാ.
പൈസൾ, എടാ അമ്മ പറയുന്നത് സത്യം തന്നെയാടാ. എടാ സ്വപ്നത്തിലേ നമ്മുടെ അമരാവതി വീടേ ഒരു വൃന്ദാവനമായിട്ട് മാറിയെന്നേ. ഓ, ദേ, ആ ഉണ്ണിക്കണ്ണനുണ്ടല്ലോ, മയിൽ ഇഡ്ഡലി കണ്ണന്റെ അതേ ചായയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കിടന്നാൽ ഇതുപോലുള്ള സ്വപ്നങ്ങളൊക്കെ കാണേണ്ടി വരും. ഇവളായിരുന്നു യശോദ. താര ചിത്രയൊക്കെ ഗോപികമാരായിരുന്നു. അടിപൊളി. അപ്പൊ പിന്നെ എല്ലാം പൂർത്തിയായി. അടിപൊളിയായില്ലേ? എന്താ എടി മോളെ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതേ നീ യശോദയായിട്ട് താരയും മയയും ചിത്രയൊക്കെ ഗോപികന്മാരായിട്ടേ അമരാവതി വീട്ടിൽ ഉണ്ണിക്കണോടൊപ്പം ഓടി കളിച്ച് നടക്കുന്നേ ഞാൻ സ്വപ്നം എവിടെ പോയി അമ്മയുടെ ഉണ്ണിക്കണ്ണൻ? എടാ അതെ, ഞാൻ ഉണർന്നപ്പോഴേ ആരും കാണണില്ലടാ. അതിന്റെ ടീം ആയിരുന്നല്ലോ പൈസൽ. അമ്മ കണ്ടതാണ് മായക്കണ്ണൻ. മായക്കണ്ണനോ? അതേത് കണ്ണൻ? ആ, അങ്ങനെ ഒരു കണ്ണനുണ്ട്. ഉണ്ടെന്ന് നമുക്ക് തോന്നും. കൂടെ കളിക്കുന്നെന്നും വെണ്ണ കട്ടുതിന്നെന്നും ഒക്കെ തോന്നും. പക്ഷേ നമുക്കൊരിക്കലും ആ കണ്ണനെ ജീവനോടെ കാണാൻ സാധിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു കണ്ണൻ ഇല്ല. അപ്പോ ഞാൻ കണ്ടത് ആ കണ്ണനെയാണോ? ഞാനത് വിശ്വസിക്കില്ല. നിങ്ങളുടെ പോലത്തെ കൊച്ചിനെയാ ഞാൻ സ്വപ്നം കണ്ടത്. ആദ്യം ഇവള് പ്രസവിക്കുമെന്ന് നോക്കട്ടെ, എന്നിട്ടമ്മ സ്വപ്നം കണ്ടാ മതി കേട്ടോ. അയ്യടി, എടി മോളെ, അവൻ പറഞ്ഞു കേട്ടില്ലേ നീ പ്രസവിക്കട്ടെ എന്ന്. എടി മോളെ, നീ അവനെ നമുക്ക് പ്രസവിച്ച് കാണിച്ചു കൊടുക്കണോ? അവനങ്ങനെ പലതും പറയും. നീ ഒന്നും കാര്യാക്കരുത് കേട്ടോ. പിന്നെ വൃന്ദാവനത്തിലെ നിങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നോണ്ടാ ഞാൻ അവനെ ഐസ്ക്രീം കോരി കൊടുത്തത്. അവനെനിക്ക് ഉമ്മയും തന്നു. പറഞ്ഞതാ ശരി. സ്വപ്നത്തിൽ കാണുന്നതൊക്കെ മായ തന്നെയാ. അതൊന്നും ഒരിക്കലും സത്യാവില്ല. അത് ഞങ്ങൾ അങ്ങോട്ട് സഹിച്ചു. നീയൊക്കെ അത്രയ്ക്ക് സാമർത്ഥ്യക്കാരിയാണെങ്കിൽ ഈ വീട്ടില് ആദ്യത്തെ കുഞ്ഞിനെ നീയൊക്കെ ഡെലിവറി ചെയ്തതാ. അപ്പൊ ഞാൻ നിന്നെയൊക്കെ അംഗീകരിക്കാം. ആദ്യം ഇത് കഴിയട്ടെ, എന്നിട്ട് ഞങ്ങളുടെ കാര്യം നോക്കാം. ബേട്ടി, യു നോട്ട് ടെൻഷൻ. ഒരു സൂപ്പർ ഉണ്ണിക്കണ്ണനെ തന്നെ നീ പ്രസവിക്കും, എനിക്ക് ഉറപ്പാ. എന്റെ ഗുരുവായൂരപ്പ, ഇതൊക്കെ കുഴഞ്ഞു മറിയാണല്ലോ. അമ്മ വല്ലാത്ത പ്രതീക്ഷയില്ല. അതെല്ലാം തെറ്റിപ്പോയിന്ന് അറിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ക്ഷീണമുണ്ടോ? എല്ലാം മാറും. ഒരു ജ്യൂസ് കുടിക്കുമ്പോ എല്ലാം ശരിയാവും. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ജ്യൂസ്. നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കാനേ ഈ ജ്യൂസ് കുടിച്ചാ മതി. കുടിക്ക. വേണ്ട അമ്മ, ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാലേ എനിക്ക് അപ്പൊ തന്നെ ഛർദിക്കാൻ വരും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ജ്യോതി? അതെ, ദേ, നീ ബ്രേക്ക്ഫാസ്റ്റ് പോലും നേരെ കഴിച്ചിട്ടില്ല. ആ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചേ, എല്ലാ ക്ഷീണം മാറും. എനിക്ക് വേണ്ട ചിത്ര, പ്ലീസ്. ഇതിന്റെ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ എന്ത് കുടിച്ചാലും കഴിച്ചാലും അപ്പൊ തന്നെ ഛർദിക്കും അമ്മ. അതെ, പ്രഗ്നൻസി പീരീഡിൽ അങ്ങനെയാ. ഒന്നിന്റെ സ്മെല്ല് പറ്റത്തില്ലെന്നേ. ഓ, ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴും ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. എനിക്കൊന്നും കുടിക്കാൻ തിന്നാനും പറ്റുന്നില്ലായിരുന്നേ കേട്ടോ. മോള് കുടി. എനിക്ക് വേണ്ട അമ്മ, പ്ലീസ്. ഡോക്ടർ എത്തി. മായച്ചി, നമ്മൾ വിളിച്ചിട്ടാ വന്നെന്ന് പറയരുതെന്ന് ഡോക്ടറോട് പ്രത്യേകം പറയണം. അതൊന്നും ഡോക്ടർ പറയില്ല. എന്താ മായ, സുഖല്ലേ? അതെ ഡോക്ടർ, സുഖം. അതെ ഡോക്ടർ,
ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടാ ഡോക്ടർ വന്നെന്ന് തൽക്കാലം ജ്യോതിയോട് പറയണ്ട. ഒരു കാഷ്വൽ വിസിറ്റ് അത്രയും പറഞ്ഞാ മതി. സത്യത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോഴാ ഞാനും പറഞ്ഞത്. എന്നോടല്ലേ ആദ്യം പറയേണ്ടത്? ഞാനല്ലേ നിങ്ങളുടെ ഫാമിലി ഡോക്ടർ. അതാ ഞങ്ങള് ഡോക്ടറെ വിളിപ്പിച്ചത്. വിശേഷത്തിന്റെ വിശേഷം ഞങ്ങൾക്കൊന്ന് അറിയണല്ലോ. എന്താ? അല്ല, വിശേഷം ഉണ്ടെന്ന് ഉറപ്പിക്കണല്ലോന്ന്. എന്തായാലും ഞാൻ ജ്യോതി എന്ന് കാണട്ടെ. അവൾക്ക് ഹോസ്പിറ്റലിൽ പോവാനും ഡോക്ടറെ കാണാനും ഒക്കെ ഒരു മടി. അതെന്താന്നൊന്ന് അറിയണല്ലോ. എന്തോ കള്ളത്തരമുള്ള പോലെ. ഡോക്ടർ നൈസായിട്ടൊന്ന് ഡീൽ ചെയ്യണം. ഓക്കെ, ഞാൻ ഏറ്റു. അവളുടെ കള്ളത്തരം പൊളിഞ്ഞു വീഴാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഡോക്ടർ അവളെ പരിശോധിക്കട്ടെ. ഇതാരാ വന്നിരിക്കുന്നേ? വാ ഇരിക്ക. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. വാട്ട് എ സർപ്രൈസ്. ഡോക്ടറെ ഞാനൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിളിക്കേണ്ടവർ ഇതുവരെ വിളിച്ചില്ലല്ലോ. ഞാൻ കരുതിയിരുന്നത് ഇങ്ങനൊരു വിശേഷം വന്നാൽ ആദ്യം എന്നെ വിളിക്കുന്ന. എന്തേ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വരാതിരുന്നേ? അത് വയ്യായിരുന്നു. എനിക്കിപ്പോഴും ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. അതെ അതെ, എപ്പോഴും ഛർദില. സാധാരണ ഗർഭിണികൾ ഛർദിക്കുന്നത് പോലത്തെ ഛർദിലൊന്നും അല്ല, ഇതൊരു പ്രത്യേകതരം ഛർദില. അപ്പൊ ഇത് ഇവളമാരുടെ പണി തന്നെ. ഈശ്വര, കള്ളത്തര ഇപ്പൊ പൊളിയല്ലോ. ഇനി എന്ത് ചെയ്യും? ഡോക്ടറെ, ഇതുവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തതോ ഡോക്ടർ അങ്ങ് ക്ഷമിച്ചേക്ക്. ഇപ്പോ ജ്യോതിമോൾ ഇത് നോക്കി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തൊക്കെയാ കൊടുക്കണ്ടെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ ഞാൻ പറയാം. ആദ്യം ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഓ, അല്ല ഡോക്ടർ, ഡോക്ടർ ആര് വിളിച്ചിട്ടാ വന്നേ? DK വിളിച്ചായിരുന്നോ? ഏയ് ഇല്ലില്ല, ഞാനിതുവഴി വന്നപ്പോ ഒരു കാഷ്വൽ വിസിറ്റിന് കയറിയതാ. അപ്പൊ ദേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വരാം. അപ്പോ ദേവൻ ഡോക്ടറെ വിളിച്ചില്ലായിരുന്നോ? ഇല്ല. എന്നിട്ട് ആ വിളിച്ചെന്നാളെ എന്നോട് പറഞ്ഞത്? ചിലപ്പോ വിളിച്ചു കാണും. എന്റെ ഫോൺ 2 ദിവസമായിട്ട് ഡിസോർഡർ ആയിരുന്നു. ഓ, ചിലപ്പോ ഹോസ്പിറ്റലും എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ടെൻഷൻ ഉണ്ടോ ജ്യോതിക്ക്? എന്തിന്? ഇല്ല. എന്നാ പിന്നെ എല്ലാരും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങും. ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഓ, ഗോ. ഇരിക്കെ. ഡോക്ടർ, എന്നെ രക്ഷിക്കണം പ്ലീസ്. ആത്മഹത്യ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. എന്താ കുട്ടി ഇത്? എന്തിനാ കരയുന്നേ? ഈ സമയത്ത് സന്തോഷിക്കല്ലേ വേണ്ടേ? എന്നെ രക്ഷിക്കാൻ ഡോക്ടർക്ക് മാത്രമേ സാധിക്കൂ. സ്വന്തം ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ കൊതിച്ച ഒരു പാവം പെണ്ണിന്റെ മണ്ടത്തരത്തിന് ഡോക്ടറും കൂടി എന്നെ ശിക്ഷിക്കരുത്. എന്താ കാര്യം? കണ്ണു തുടക്കേ. ഡോക്ടർ, എനിക്ക് ഞാൻ പ്രഗ്നന്റ് അല്ല. പ്രഗ്നന്റ് അല്ലെന്നോ? എന്താ പറഞ്ഞത്? അത് സത്യ ഡോക്ടർ. എല്ലാവരുടെയും മുന്നിൽ ഞാൻ അഭിനയിക്കുകയായിരുന്നു. എന്തിന്? എന്തിനാ നീ ഇത് ചെയ്തത്? എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കിട്ടാൻ.
എന്ത് അബദ്ധാ കുട്ടി നീ ചെയ്തത്? മായ്ക്കും താരയ്ക്കും നല്ല സംശയമുണ്ട്. സത്യത്തിൽ അവരെ വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഡോക്ടർ, കുറച്ച് ദിവസം ഞങ്ങളുടെ പിണക്കൊന്ന് മാറുന്നത് വരെ, അതുവരെ ഡോക്ടർ ഇത് ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഒരു ദിവസം ഞാൻ തന്നെ ഏട്ടനോട് എല്ലാം പറഞ്ഞോളാം. അതുവരെ ഡോക്ടർ എന്നെ ചതിക്കരുത്. ഡോക്ടർ, തെറ്റാണ് ഞാൻ ചെയ്തത്. ആർക്കും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുവാ. പക്ഷെ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? ഡോക്ടർ പ്ലീസ്, ഞാൻ തന്നെ പിന്നീട് പറഞ്ഞോളാം. രക്ഷിക്കണം പ്ലീസ്. കുട്ടി, എത്തിക്സിന് നിരക്കുന്ന കാര്യമല്ല നീ എന്നോട് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് ഇത് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ പ്ലീസ്. ഡോക്ടർ, ഒരു ഡോക്ടറെ കുറിച്ച് താൻ എന്താ കരുതിയത്? എന്തും പറയാനും ചെയ്യാനും ഒരു മടിയില്ലാത്തവരാണ് ഡോക്ടർമാരെന്നോ? ഡോക്ടർ, ജ്യോതി, ഞാൻ ഈ കുടുംബത്തിന് വെറും ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു ബന്ധു കൂടിയാ. ഇത്രയും വലിയൊരു ചതി ഞാൻ അറിഞ്ഞിട്ട് ഇവരോട് പറയാതിരുന്ന അത് അതിനേക്കാളും വലിയ ചതിയാവില്ലേ? ഞാനത് ചെയ്യുന്നത് ശരിയാണോ? ഡോക്ടർ, എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് എന്ത് പ്രതീക്ഷയിലായിരിക്കും ഇവിടുത്തെ അമ്മ? നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടി അമ്മ എത്ര നാളായി കണ്ണനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ ആ അമ്മയെ ആശിപ്പിച്ചിട്ട് ചതിക്കാൻ ഞാനും കൂടി കൂട്ടുനിൽക്കണം. എനിക്കിതിന്റെ സത്യം അവരോട് പറഞ്ഞേ പറ്റൂ. ഡോക്ടർ, ഡോക്ടർ, എന്റെ ജീവിതം തകരും. അതെന്റെ വിഷയമല്ല. ഇപ്പൊ തന്നെ ഞാനിത് അവരെ അറിയിക്കാൻ പോവാ. ഡോക്ടർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. ഡോക്ടർ, ഡോക്ടർ, അങ്ങനെ ചെയ്യരുത് പ്ലീസ്. ഡോക്ടർ, എന്തായി? പരിശോധിച്ചോ? വിശദമായിട്ട് പരിശോധിച്ചു. നോ പ്രോബ്ലം. എന്റെ കൃഷ്ണ, എല്ലാം ഓക്കെയാണ്. ആ കഴിക്കാനുള്ള ടോണിക്കും അയൺ ടാബ്ലറ്റ്സും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ആൺകുട്ടിയായിരിക്കും അല്ലേ ഡോക്ടറെ? അതമ്മേ. ഹലോ, അതെ, എമർജൻസി ആണോ? ഓ ശരി, ഞാൻ ദേ എത്തി. നിങ്ങളൊരു കാര്യം ചെയ്യും, സർജനും കുട്ടി ഒന്ന് വരാൻ പറയും. ഞാനിപ്പോ എത്താം. ഞാൻ ഇറങ്ങട്ടെ, ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ഉണ്ട്. ശരി. അതെ ഡോക്ടർ. ഈശ്വര, ഡോക്ടർ ചതിച്ചില്ല. ഇവളുമാർക്കൊരു ചെറിയ പണി കൊടുത്താലോ? ബേട്ടി, ഡോക്ടർ വേറെന്തെങ്കിലും പറഞ്ഞോ? ഏയ്, വേറൊന്നും പറഞ്ഞില്ല അമ്മേ. അമ്മേ, എനിക്ക് നല്ല പച്ചമാങ്ങ തിന്നാൻ തോന്നുന്നു. അതിനെന്താ ബേട്ടി, മുറ്റം നിറച്ച് മാങ്ങ ഉണ്ടല്ലോ. ആഹാ, ആ എന്തിനാ മാമേ, നമുക്ക് നോക്കാം. പറിച്ചു തരും. വാ മാറി. എടി, താഴെ പോയി മാങ്ങ പറിക്കടി. ചെല്ല്. നടക്കുന്നേ. അവിടെ ഉണ്ടമ്മേ. അവിടെ ഉണ്ടല്ലേ? ചിത്ര, നീ അങ്ങോട്ടൊന്ന് കേറിക്കേ. അതൊന്ന് അങ്ങോട്ട് പറിച്ചേ. എനിക്ക് പേടി. ഞാൻ കേറില്ല, ഞാൻ കേറത്തില്ല. ചാടി പറിക്കാൻ. താരേ, ഇതിൽ കൂടെ കേറിയ അവിടെ ഞാൻ കേറില്ല, ഞാൻ കേറില്ല, നീ കേറ്. എന്നാ ചിത്ര നീ കേറ്. എനിക്ക് ഇതിൽ ഉറുമ്പുണ്ട്. ഉറുമ്പൊന്നും ചെയ്യില്ല, കേറ്. അമ്മേ, നീ കേറിക്കേ. നീ കേറ. ഞാനോ? കേറിയാ കേറിയാ മതി.
ചിത്ര നീ അപ്പുറത്തെ ഒന്ന് സഹായിച്ചേ. അയ്യോ അത് മുഴുവൻ കുഴപ്പമില്ല, നമുക്ക് നോക്കാം, വാ. ഓ ആ ഒന്നും കടിക്കില്ലേ. പതുക്കെ. എനിക്ക് അടിച്ചു. കേറ്. കേറിക്കോ. ഇനിയും കേറണോ? പതുക്കെ. ആ. വെള്ളം പിടിച്ചോ. അയ്യോ ദേ ഇവിടെ ഫുൾ നീരാ. നേരെ നിക്ക്. ദേ അവിടെ ഉണ്ട്. കണ്ടോ?